നമസ്കാരം. പശ്ചിമേഷ്യയിലെ ചതുരപ്പലകയിൽ അമേരിക്കയും ഇറാനും നടത്തുന്ന നീക്കങ്ങൾ ലോകത്തെ എപ്പോഴും മുൾമുനയിൽ നിർത്തുന്നതാണ്. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഇത് തികച്ചും ഒരു അസംബന്ധം എന്ന് തോന്നിയേക്കാം. ഒരു വശത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നമ്മൾ ഒരു കരാറിലെത്താൻ സാധ്യതയുണ്ട് എന്ന് സമാധാനത്തിന്റെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ, എന്നാൽ കൃത്യം 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ഹോർമൂസ് കടലിടുക്കിൽ ഇറാന്റെ മിസൈലുകൾ അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ ലക്ഷ്യം വെക്കുന്നു. ഇത് കേവലം യാദർച്ഛികതയല്ല, മറിച്ച് ഇറാൻ കാലങ്ങളായി പിന്തുടരുന്ന പ്രതിരോധ നയതന്ത്രത്തിന്റെ ഭാഗമാണ്. ചരിത്രം പരിശോധിച്ചാൽ ഇത്തരം സംഘർഷങ്ങൾക്കിടയിലും സമാന്തരമായി ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്ന് കാണാം. സമാധാനത്തിന് വേണ്ടിയുള്ള മേശപ്പുറത്തെ സംഭാഷണങ്ങളും സമുദ്രത്തിലെ മിസൈൽ ഗർജനങ്ങളും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ് എന്നതാണ് ചുരുക്കി പറയേണ്ടി വരും. അല്ലെങ്കിൽ അത് അങ്ങനെയാണ്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്ക് ഇറാന്റെ ഏറ്റവും വലിയ ആയുധമാണ്. സാങ്കേതികമായി തങ്ങളെക്കാൾ കരുത്തരായ അമേരിക്കയെ നേരിടാൻ ഇറാൻ ഉപയോഗിക്കുന്നത് അസമയമായ, അതായത് കരുത്തു കൂടുതലുള്ള യുദ്ധമുറകളാണ്. ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം, കടലിലെ മൈനുകൾ, ഡ്രോൺ സാങ്കേതിക വിദ്യ എന്നിവയിലൂടെ അമേരിക്കൻ പടക്കപ്പലുകളെ പ്രതിരോധത്തിലാക്കാൻ ഇറാന് സാധിക്കുന്നുണ്ട്. മെയ് 7-ന് നടന്ന ആക്രമണം ഇതിന് ഉദാഹരണമാണ്. സമാധാന ചർച്ചകളിൽ തങ്ങൾക്ക് മേൽക്കോയ്മ ലഭിക്കണമെങ്കിൽ യുദ്ധകളത്തിൽ തങ്ങളുടെ കരുത്ത് തെളിയിക്കണമെന്ന് ഇറാൻ വിശ്വസിക്കുന്നുണ്ട്. അമേരിക്കൻ ഉപരോധങ്ങൾക്കിടയിലും സ്വന്തം ആയുധ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത ഇറാൻ തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ല എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. ഇന്നത്തെ സാഹചര്യത്തെ മനസ്സിലാക്കാൻ 1980കളിൽ ഇറാൻ ഇറാഖ് യുദ്ധകാലത്തേക്ക് ഒന്ന് നോക്കിയാൽ മതി. അതായത് അന്നത്തെ ടാങ്കർ യുദ്ധം ഇന്നത്തെ സാഹചര്യത്തിന് സമാനമായിരുന്നു എന്നത് അർത്ഥം. പേർഷ്യൻ ഗൾഫിലെ എണ്ണക്കപ്പലുകളെ സംരക്ഷിക്കാൻ അമേരിക്ക ഓപ്പറേഷൻ ഏണസ്റ്റ് വിൽ നടപ്പിലാക്കി. 1988-ൽ USS സാമുവൽ ബി റോബർട്സ് എന്ന കപ്പൽ ഇറാന്റെ മൈനിൽ തട്ടിയപ്പോൾ അമേരിക്ക അതിശക്തമായി തിരിച്ചടിച്ചു. എന്നാൽ ഈ കടുത്ത സംഘർഷങ്ങൾക്കിടയിലും തമ്മിൽ രഹസ്യ ചർച്ചകൾ നടന്നിരുന്നു എന്നതാണ് മറ്റൊരു കാര്യം. ഇതാണ് പിന്നീട് ലോകം ഇറാൻ കോൺട്ര വിവാദം എന്ന് വിളിച്ചത്. പരസ്യമായി പോരാടുമ്പോഴും രഹസ്യമായി ആയുധങ്ങൾക്കും ബന്ദികൾക്കും വേണ്ടി ചർച്ച നടത്തുന്ന ഈ വൈരുദ്ധ്യം ഇന്നും തുടരുകയാണ്. അതിൽ വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അതായത് ഇതിലൂടെ കാണുന്നത് നയതന്ത്രം എന്നത് യുദ്ധത്തിന്റെ അഭാവമല്ല, മറിച്ച് മറ്റൊരു രൂപത്തിലുള്ള പോരാട്ടം തന്നെയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം കേവലം ഒരു ശത്രുതയുടേത് മാത്രമല്ല. 2001-ലെ ഭീകരാക്രമണത്തിനു ശേഷം അഫ്ഗാനിസ്ഥാനിൽ താലിബാനെതിരെ അമേരിക്ക പോരാടുമ്പോൾ ഇറാൻ നിശബ്ദമായി സഹകരിച്ചിരുന്നു. ഇറാന്റെ ശത്രുവായ താലിബാനെ തുരത്താൻ അമേരിക്കയെ സഹായിക്കുന്നത് തങ്ങളുടെ താല്പര്യമാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞു. എന്നാൽ ഈ സഹകരണത്തിന് ശേഷം അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് W. ബുഷ് ഇറാനെ തിന്മയുടെ അച്ചുതണ്ടിന്റെ ഭാഗമായി പ്രഖ്യാപിച്ചു. ഇത് ഇറാനെ കൂടുതൽ ജാഗരൂകരാക്കി. തുടർന്ന് ഇറാഖ് യുദ്ധകാലത്ത് അമേരിക്കൻ സൈന്യത്തിന് കനത്ത വെല്ലുവിളി ഉയർത്തിയ അസാബ് അഹ്ലു ഹഖ് പോലുള്ള ഗ്രൂപ്പുകളെ ഇറാൻ പിന്തുണച്ചു. ഒരേ സമയം ഇറാഖിലെ സ്ഥിരതയ്ക്കായി ബാഗ്ദാദിൽ അമേരിക്കയുമായി ചർച്ചകൾ ഏർപ്പെടുകയും അതേസമയം അമേരിക്കൻ അധിനിവേശത്തെ സൈനികമായി നേരിടുകയും ചെയ്ത ഇറാന്റെ തന്ത്രം ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇറാൻ വെറും ഒരു രാജ്യമല്ല, മറിച്ച് പശ്ചിമേഷ്യയിൽ വലിയൊരു സ്വാധീന ശക്തിയുള്ള നയതന്ത്ര കേന്ദ്രം കൂടിയാണ്. ഹിസ്ബുള്ള, ഹമാസ്, ഹൂത്തികൾ എന്നിങ്ങനെ വിപുലമായ സഖ്യകക്ഷികൾ അവർക്കുണ്ട്. അമേരിക്കൻ ഉപരോധങ്ങൾ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നുണ്ട് എങ്കിലും തങ്ങളുടെ പ്രതിരോധ വ്യവസായത്തെ ശക്തിപ്പെടുത്താൻ ഇതവർക്ക് പ്രചോദനമായി മാറുകയാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച ഡ്രോൺ സാങ്കേതിക വിദ്യകളിലൊന്ന് ഇറാന്റെ കൈവശമാണ്. എന്തായാലും USS എബ്രഹാം ലിങ്കനെ പോലുള്ള വിമാനവാഹിനി കപ്പലുകൾ പോലും നിരീക്ഷിക്കുവാനും വെല്ലുവിളിക്കുവാനും ഇറാന്റെ ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് സാധിക്കുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഈ കരുത്താണ് ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള ഒരു നേതാവിനെ കൊണ്ട് നമുക്ക് ചർച്ചയാക്കാം എന്ന് പറയിപ്പിക്കുന്നത്. ഇറാന്റെ തന്ത്രം വ്യക്തമാണ്. തങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത് അമേരിക്കയ്ക്ക് വലിയ നഷ്ടമുണ്ടാക്കുമെന്നത് പരമസത്യം. ഇന്നത്തെ സാഹചര്യം 1980കളുടെയും 2000-ന്റെയും ആവർത്തനമാണ്. ട്രംപിന്റെ പ്രസ്താവനകളും ഹോർമൂസിലെ സ്ഫോടനങ്ങളും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല. ഉപരോധങ്ങൾ നീക്കം ചെയ്യണമെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ.
അതിനായി അവർ നയതന്ത്ര ചർച്ചകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്തായാലും അതേസമയം തങ്ങളുടെ നാവിക അതിർത്തികളിൽ അമേരിക്കൻ സാന്നിധ്യം അനുവദിക്കില്ല എന്നും മിസൈലുകളിലൂടെ അവർ വ്യക്തമാക്കുന്നുണ്ട്. സമാധാനത്തിനു വേണ്ടി തയ്യാറാണെങ്കിലും തലകുനിക്കാൻ ഇറാന്റെ പ്രഖ്യാപനമില്ല. അതായത് തങ്ങൾക്ക് സൗകര്യമില്ല. അമേരിക്കയും ചർച്ചകൾക്ക് ഹോർമസിലെ ഓളങ്ങളെക്കാൾ ചൂടുണ്ട് എന്ന് ചുരുക്കം പറയാം. എന്തായാലും വിജയം തങ്ങൾക്ക് വേണമെന്നും എന്നാൽ അമേരിക്കയ്ക്ക് മുന്നിൽ തലകുനിക്കാൻ സൗകര്യമില്ല എന്നുമാണ് ഹോർമസ് വിഷയത്തിൽ ഇറാൻ പറഞ്ഞു വെക്കുന്നത്.